സുറിയാനി ക്രിസ്ത്യാനികളുടെ തലപ്പള്ളിയിൽ നിന്നുള്ള കുടിയേറ്റ ചരിത്രം. കേരള ക്രൈസ്തവ ചരിത്രത്തിൽ അത്യന്തം പ്രാധാന്യമുള്ള ഒരു ദേവാലയമാണ് ആർത്താറ്റുപള്ളി. ഇത് പാലൂർ പള്ളി, ചാട്ടുകുളങ്ങര പള്ളി അല്ലെങ്കിൽ തലപ്പള്ളി എന്ന പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഈ ദേവാലയം ഒരു സാധാരണ ആരാധനാലയം മാത്രമല്ല, മറിച്ച് മലങ്കര സഭയുടെ ആദിമ കേന്ദ്രവും കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പിറവി സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര ചിഹ്നവും കൂടിയാണ്. പാലൂർ പള്ളി തലപ്പള്ളി എന്നറിയപ്പെട്ടത് പല കാരണങ്ങൾ കൊണ്ടാണ്. മലങ്കര സഭയുടെ ആദ്യ ആസ്ഥാനം ഇവിടെ ആയിരുന്നു. വൈദിക പട്ടം കൊടുക്കൽ ഉൾപ്പെടെ സഭാഭരണമായ കാര്യങ്ങൾ ഇവിടെ നിന്നാണ് നിയന്ത്രിക്കപ്പെട്ടത്. തലപ്പള്ളി താലൂക്ക്, തലപ്പള്ളി രാജവംശം എന്നീ പേരുകൾ ഇതിൻ്റെ സ്വാധീനം തെളിയിക്കുന്നു. കുന്നംകുളത്ത് ഉണ്ടായിരുന്ന 4 രാജാക്കന്മാരെയും, അതായത് ചിറളയം രാജാവ്, പുന്നത്തൂർ രാജാവ്, കക്കാട് രാജാവ്, മണപ്പള്ളി രാജാവ് എന്നിവരെല്ലാം തലപ്പള്ളി രാജാക്കന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വിദേശ വ്യാപാരത്തിൻ്റെ കേന്ദ്ര പ്രമുഖങ്ങൾ ഭാരതത്തിൽ പൊന്നാനിയിലും വിദേശത്ത് അലക്സാന്ദ്രിയയിലും ആയിരുന്നു. തുറമുഖ നഗരവും ചേരരാജ്യ തലസ്ഥാനവുമായിരുന്ന പാലൂർ കൈവശപ്പെടുത്തുക വഴി വിദേശ വ്യാപാരം കൈയടക്കുവാൻ ചോള പാണ്ഡ്യ രാജാക്കന്മാർ നിരന്തരം ചേര തലസ്ഥാനത്ത് യുദ്ധങ്ങൾ നടത്തിയിരുന്നു. പിൽക്കാലത്ത് നൂറ്റാണ്ടിൽ യുദ്ധം എന്ന് ഇളംകുളം കുഞ്ഞൻപിള്ള വിവരിക്കുന്ന ഈ യുദ്ധപരമ്പര അരങ്ങേറിയത് പാലൂരിലുള്ള പോർക്കളം എന്ന സ്ഥലത്താണ്. പാലൂരിനടുത്തുള്ള മറ്റം പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന കുറേ കേരള ക്രിസ്ത്യാനികൾ ഈ യുദ്ധസംഘർഷങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ തെക്കോട്ട് പലായനം ചെയ്തു. ആക്രമണം വടക്കൻ പടിഞ്ഞാറൻ ദിക്കുകളിൽ നിന്നായിരുന്നതിനാൽ പലായനം സ്വാഭാവികമായും തെക്കൻ കിഴക്കൻ പ്രദേശങ്ങളിലേക്കായിരുന്നു. പാലൂരിൻ്റെ തുറമുഖമായിരുന്ന ചാവക്കാട് നിന്ന് ജലമാർഗം കുടിയേറ്റക്കാർ ആദ്യം കൊടുങ്ങല്ലൂരിലും പറവൂരിലും കുടിയേറി പാർത്തു. പറവൂരിൽ സംഗമിക്കുന്ന പെരിയാറിലൂടെ ഈ കുടിയേറ്റം അങ്കമാലിയിലേക്കും പിന്നീട് കുറുപ്പംപടി, കോതമംഗലം എന്നീ മലമ്പ്രദേശങ്ങളിലേക്കും ചിലർ കുറവിലങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും ക്രിസ്ത്യൻ കോളനികൾ സ്ഥാപിച്ചു. ഇവയൊക്കെ തങ്ങൾ പാലൂർ മറ്റക്കാർ ആണെന്ന് അവകാശപ്പെട്ടിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, പാലോർ മറ്റക്കാർ എന്ന പ്രയോഗം ദേശത്തിൻ്റെ വാക്ക് എന്നത് ഗ്രഹിക്കാതെ പൂർവിക കുടുംബനാമം എന്ന നിലയിൽ പ്രചരിച്ചു പോന്നു. പാലോർ മറ്റക്കാർ പിന്നീട് പാലോ മറ്റക്കാരും പിന്നീട് പകലോ മറ്റക്കാരും ആയി പരിണമിച്ചു. അങ്കമാലി തൊട്ട് പത്തനംതിട്ട വരെയുള്ള പൂർവിക സുറിയാനിക്കാർ വിവിധ കാലങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ദേവാലയങ്ങൾ ഉയർത്തി. AD 52 തോമസ് ലീഹ പാലൂരിൽ സ്ഥാപിച്ച ഇടവക ഏതാനും നൂറ്റാണ്ടുകൾ കൊണ്ട് കൊച്ചി, തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ ആകെ വ്യാപിച്ച് പുഷ്ടി പ്രാപിച്ച് ശക്തിപ്പെട്ട പല കുടുംബങ്ങളും ഈ വളർച്ചയുടെ കഥ അവരുടെ കുടുംബചരിത്രങ്ങളിലും മറ്റും പ്രസ്താവിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുക. കോനാട്ട് കുടുംബം. മലങ്കര മേൽപ്പാന്മാരുടെ ഈ കുടുംബം കുന്നംകുളത്തു നിന്ന് മാമലശ്ശേരിയിലേക്കും പാമ്പാക്കുടയ്ക്കും കുടിയേറി പാർത്തവരാണ്. പൈനാർത്ത് കുടുംബം. അങ്കമാലി പ്രദേശത്തെ പ്രസിദ്ധമായ കുടുംബമാണിത്. ഇവർ കുന്നംകുളം ആർത്താറ്റുപള്ളിക്കാരായിരുന്നു. ആ ശാഖയിൽ അകപ്പറമ്പ്, നായത്തോട്, മേക്കാട്, നെടുമ്പാശ്ശേരി, തുരുത്തിശ്ശേരി, ആളകം, പള്ളിക്കര, വടക്കൻ പറവൂർ, ചക്കരക്കടവ് മുതലായ സ്ഥലങ്ങളിലായി അനവധി ഭവനങ്ങൾ ഉണ്ടാകുവാൻ ഇടയായി. ആ പ്രദേശങ്ങളിലെ സ്ഥിരതാമസമാക്കിയ പൈനാർത്ത് കുടുംബക്കാരെ മേക്കാട്ടുകാരൻ, വൈലിത്തറമ്പൻ, തെക്കേ വീഴൻ, കുറ്റിക്കാടൻ, ഇരിയാടൻ, ചെറിയ വൈലിത്തറമ്പൻ, പടിഞ്ഞാറ് വീട്ടിൽ എന്നിങ്ങനെ പല പ്രാദേശിക നാമങ്ങൾ ഉപയോഗിച്ച് വിളിച്ചിരുന്നു. അമ്പാട്ട് കുടുംബം. അങ്കമാലി പ്രദേശത്തെ പ്രശസ്തമായ മറ്റൊരു കുടുംബമാണ് അമ്പാട്ട് തറവാട്. ഈ കുടുംബത്തിലെ പൂർവികർ പാലൂർ ചാട്ടുകുളങ്ങര ഇടയക്കാരായിരുന്നു. തലപ്പള്ളി ഇടയക്കാരായ മിക്ക കുടുംബങ്ങളും അവരുടെ പഴമയെയും പാലൂർ ബന്ധത്തെയും സൂചിപ്പിക്കുവാൻ പുതിയ കുടുംബപ്പേരിനോട് ചേർത്ത് വടക്കൻ എന്ന പദം ഉപയോഗിച്ചു വരുന്നുണ്ട്. തുരുത്തി കുടുംബം. തുരുത്തി കുടുംബത്തിൻ്റെ തുടക്കം ചാവക്കാടായിരുന്നുവെന്ന് വിശ്വസിച്ചു പോരുന്നു. ഇവർ ആദ്യം ഇടപ്പള്ളിയിലാണ് താമസിച്ചത്. അവിടെ നിന്ന് തിരുവാങ്കുളം മുതലായ സ്ഥലങ്ങളിലായി ഓണേരിൽ, ഓണാശ്ശേരിൽ, ഐക്കരവേലിൽ, കരപ്പിള്ളിൽ, തട്ടാമ്പുറം, കൊട്ടിശ്ശേരിക്കുടി, ആയത്തുകുടി, തണ്ടക്കാട്, ചേട്ടാകുളങ്ങര, വേങ്ങശ്ശേരിൽ, നെടുങ്കരമ്പിൽ തുടങ്ങിയ ശാഖകൾ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലായി പടർന്ന് പന്തലിച്ചു.
പിന്നീട് ഈ കുടുംബക്കാർ തൃക്കുളത്തൂർ, കോതമംഗലം, ചേലാട്, അല്ലപ്ര, പെരുമ്പാവൂർ, കോട്ടപ്പടി, കോടനാട്, പുൽപ്പള്ളി, കേളകം തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. തോമ്പ്ര ഇവർ കുന്നംകുളത്തു നിന്നും കൂനംകുരിശ് കാലത്ത് തിരുത്തിപ്പള്ളി, വെങ്ങോല ഭാഗത്ത് കുടിയേറി താമസിച്ചു. കുമരപ്പള്ളി, കരുപ്പക്കാടൻ, മറ്റമന, പുന്നോർപ്പള്ളി, ഓലപ്പുര, പാത്തിക്കൻ, തണ്ണിക്കോടൻ, കിണങ്ങയം മുതലായ വീട്ടുകാരും കിടങ്ങയം ജന്മത്തിൽപ്പെട്ടവരാണ്. മൂക്കഞ്ചേരി കുടുംബം കോലഞ്ചേരി, തൃപ്പൂണിത്തുറ പ്രദേശങ്ങളിൽ കാണുന്ന മൂക്കഞ്ചേരി കുടുംബം പാലൂർ പ്രദേശത്തുകാരാണെന്ന് ആ കുടുംബത്തിലെ പ്രശസ്ത അംഗമായ അഭിനന്ദ്യ പത്രോസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പോലിത്ത സാക്ഷിച്ചിട്ടുണ്ട്. ഞാലിയിൽ കുടുംബം പാലൂർ അഥവാ ചാവക്കാട് പ്രദേശത്ത് താമസിക്കുന്ന സുറിയാനി ക്രിസ്ത്യാനികൾക്ക് മതപീഡനം തുടർച്ചയായി ഉണ്ടായി. തന്മൂലം അവർ തെക്കൻ ദിക്കുകളിലേക്ക് മാറിപ്പോയതായും ഒടുവിൽ കുറവിലങ്ങാട് എന്ന സ്ഥലത്ത് വന്നു ചേർന്നതായും കാണുന്നു. ഒന്നാം മാർത്തോമായോട് കൂറു പുലർത്തുകയും പൗരസ്ത്യ സഭാ പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും മുറുകെ പിടിക്കുകയും ചെയ്തതിനാൽ തങ്ങളുടെ പിതാക്കന്മാരുടെ പല തലമുറകൾ സ്വസ്ഥമായി ജീവിച്ചിരുന്ന കുറവിലങ്ങാട് നിന്ന് തെക്കുംകൂർ രാജ്യാതിർത്തിയിലുള്ള സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയവരുടെ സന്താനങ്ങളാണ് പാലക്കുന്നത്ത് മാരാമൺ, പാളമൺ, അയിരൂർ, ശങ്കരമംഗലം, ഇരുവിറ്റേരൂർ, ഞാലിയിൽ, കവിയൂർ ആദിയായ കുടുംബങ്ങളിലുള്ളവർ. കുറ്റിക്കണ്ടം കുടുംബം ഇവർ പകലമറ്റം കുടുംബത്തിൻ്റെ ശാഖയാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. പേക്കനാൽ കുടുംബം AD 1789 ടിപ്പു സുൽത്താൻ്റെ പടവട്ടക്കാലത്ത് പനക്കൽ കുടുംബത്തിലെ ധാരാളം ആളുകൾ പല സ്ഥലങ്ങളിലേക്കും പുറപ്പെട്ടു പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തെക്കൻ ഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടു പോയവർ കുറവിലങ്ങാട്, മല്ലപ്പള്ളി, കല്ലൂപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസമുറപ്പിച്ചിട്ടുള്ളതായി കരുതുന്നു. മല്ലപ്പള്ളി, കല്ലൂപ്പാറ, മാവേലിക്കര, അടൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിക്കുന്ന പേക്കനാൽ കുടുംബക്കാർ കുന്നംകുളം പനക്കൽ തറവാട്ടിൽ നിന്ന് വന്നവരാണെന്ന് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കുടുംബചരിത്രത്തിൽ അവകാശപ്പെടുന്നുണ്ട്. വിളവിനാൽ കുടുംബം 1550 കുന്നംകുളം പനക്കൽ തറവാട്ടിൽപ്പെട്ട 2 യുവാക്കൾ ഓമല്ലൂരിൽ വന്ന് താമസമാക്കി. ഇവരുടെ പിന്മുറക്കാരാണ് ശാഖോപശാഖകളായി വളർന്ന തുമ്പം പ്രദേശത്ത് പന്തലിച്ചു നിൽക്കുന്ന വിളവിനാൽ കുടുംബക്കാർ. പാലൂർ ചാട്ടുകുളങ്ങര പള്ളി, ഇന്നത്തെ ആർത്താറ്റുപള്ളി, കേരള ക്രൈസ്തവരുടെ ആദിമ ദേവാലയമായിരുന്നതിനാൽ തലപ്പള്ളി എന്ന് വിളിക്കപ്പെട്ടു. താലൂക്കുകളുടെ നാമകരണം നടക്കുന്ന സ്ഥലത്ത് തലപ്പള്ളിയായ പാലൂർ ഉൾപ്പെടുന്ന പ്രദേശത്തെ തലപ്പള്ളി താലൂക്ക് എന്ന് നാമകരണം ചെയ്തു.